നമസ്കാരം. ദ ഹാപ്പിയസ്റ്റ് പീപ്പിൾ നോ ദിസ് സീക്രട്ട്. ലോകത്തിലെ ഏറ്റവും സന്തോഷമുള്ള ആളുകൾക്ക് ഈ രഹസ്യം അറിയാം. എന്താണ് ആ രഹസ്യം? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വിചാരിക്കും എല്ലാം നേടിക്കഴിഞ്ഞാൽ സന്തോഷം ലഭിക്കുമെന്ന്. എനിക്ക് നല്ലൊരു ജോലി കിട്ടി, എൻ്റെ കയ്യിൽ ആവശ്യത്തിന് കാശുണ്ട്, എൻ്റെ കൂടെ എല്ലാവരുമുണ്ട്, എൻ്റെ ജീവിതം മുഴുവൻ ഹാപ്പിയാണ്, എനിക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല. എങ്കിൽ തെറ്റാണ്. എല്ലാം നേടിയവർ സന്തോഷമുള്ളവരല്ല. നമുക്ക് തന്നെ അറിയാം എത്രയോ നേടിയ ആളുകൾക്ക് സന്തോഷമില്ലാതെ മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് ഈ രഹസ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ നമുക്ക് സന്തോഷം ലഭിക്കും, അല്ലെ നമുക്ക് എങ്ങനെ സന്തോഷമുള്ളവരായി മാറാം? അത് മറ്റാരെങ്കിലും നമുക്ക് കൊണ്ടുതരുമോ? ആരെങ്കിലും നമ്മുടെ കൂടെ കാണുമോ? ആരും കാണത്തില്ല. ആ സന്തോഷം നമ്മൾ തനിയെ കണ്ടുപിടിക്കേണ്ടതാണ്. എങ്ങനെ? നമ്മൾ പലപ്പോഴും ചിന്തിക്കുന്നത് നമുക്ക് ദുഃഖം തരുന്നത് മറ്റുള്ളവരാണ് എന്ന്. അല്ല, പല പ്രതീക്ഷകളുമാണ് നമ്മളെ ദുഃഖിപ്പിക്കുന്നത്, പല സംഭവങ്ങളുമാണ് നമ്മളെ വേദനിപ്പിക്കുന്നത്. ഈ സംഭവങ്ങൾ നടക്കുന്നതല്ല പ്രശ്നം, ആ സംഭവങ്ങൾ നടന്നു കഴിഞ്ഞ് അതിനെക്കുറിച്ച് ഓർത്ത് വേദനിക്കുന്നവരാണ് നമ്മൾ. ജീവിതത്തിൽ ഒരു പ്രശ്നം നേരിട്ട രണ്ട് മനുഷ്യർ ആ പ്രശ്നത്തെ കൈകാര്യം ചെയ്തത് ഇങ്ങനെയാണ്. ഒരു പ്രതിസന്ധി നേരിട്ടപ്പോൾ ഒരു വ്യക്തി അതിനെ കൈകാര്യം ചെയ്തത്, എനിക്കിത് സംഭവിച്ചു പോയല്ലോ, ഞാനിത് എന്തുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ സംഭവിച്ചത്? എങ്കിൽ മറ്റേ വ്യക്തി ചിന്തിച്ചത് എങ്ങനെയാണെന്നറിയാമോ? ഞാൻ ഇതിൽ നിന്നും എന്താണ് പഠിക്കേണ്ടത് എന്ന് എന്നെ കാണിച്ചു തരികയല്ലേ. ഇതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും. നമുക്ക് സന്തോഷവും സമാധാനവും കിട്ടണമെങ്കിൽ ആ രഹസ്യം, ആ സത്യം തിരിച്ചറിയേണ്ടത് നമ്മൾ തന്നെ വിചാരിക്കണം. നമ്മുടെ ഉള്ളിലാണ് അത് കാണേണ്ടത്. മറ്റുള്ളവർ എന്തു വേണമെങ്കിലും ചെയ്തോട്ടെ, അല്ലെ മറ്റുള്ളവർ അവരുടെ ഇഷ്ടത്തിന് അവർ ജീവിതത്തെ മാറ്റിക്കോട്ടെ. നമ്മുടെ കൂടെ നിന്നവർ പോലും നമ്മളെ തള്ളിപ്പറഞ്ഞെന്ന് വരും. വിഷമിക്കേണ്ട കാര്യമില്ല. കാരണം നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ സത്യസന്ധമായിട്ട് ചെയ്യുക. നമ്മുടെ സ്നേഹം, നമ്മുടെ നന്മ, നമ്മുടെ മനസ്സ്, അതൊക്കെ നമ്മുടെ കയ്യിലല്ലേ. അത് നമ്മൾ പണയം വെക്കാതിരിക്കുക, നമ്മൾ മറ്റാരെയും ചതിക്കാതിരിക്കുക, മറ്റാരെയും വേദനിപ്പിക്കാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും സമാധാനവും സന്തോഷവും ഉണ്ടായിരിക്കും. നിങ്ങൾ തിരിച്ചറിയേണ്ടത്, നിങ്ങൾക്ക് സന്തോഷം തരുന്നത് മറ്റൊരാളല്ല. നിങ്ങൾക്ക് എന്ത് വിഷമങ്ങളുണ്ടെങ്കിലും ആ വിഷമങ്ങൾ നിങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കുക. നിങ്ങൾ മനസ്സിലാക്കുക, ഈ വിഷമങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ പാഠങ്ങൾ കിട്ടി, അത് അനുഗ്രഹമായിട്ട് കാണുക. ഓരോ ദിവസവും നന്ദിയുള്ളവരായി മുന്നോട്ട് പോകാം. അപ്പോൾ ഈ രഹസ്യം മനസ്സിലാക്കി ജീവിതം മുന്നോട്ട് പോകാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട്, നിങ്ങളും എന്നോടൊപ്പം കാണുമെന്ന് ഞാൻ തീർച്ചയായും വിശ്വസിക്കുന്നു. ഞാൻ ഡോക്ടർ ഡഗ്ലസ്. താങ്ക് യു.